Guys, welcome back to YouTube channel. വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആനക്കുഴി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ വീടും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ചെറിയ വീഡിയോ ആയിട്ട് ഇടാം. എൻ്റെ പറയില് കാടാം പറയും. ഇപ്പം ഞാൻ പപ്പിരമ്മ അച്ഛനും കൂടി കടയിൽ പോകാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കാൻ മറന്നു. പപ്പിരമ്മ ഫോൺ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ വരെ പോയി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ എടുക്കാം, വീട്ടിലേക്ക് പോണ വഴി കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചു. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ആ വീടില്ല കേട്ടോ. ഇപ്പം അത് ഇടിച്ചു പൊളിച്ചു, ഇപ്പം മൊത്തം കാട് കയറി കിടക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു തൊട്ടടുത്തുനിന്ന് ഈ ഒരു വീടേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇവരിപ്പോൾ താമസം മാറി സിറ്റിയിലേക്ക് പോയി. അപ്പോൾ ഈ വീട്ടിൽ ആരും ഇല്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ ഒരു പുളിമരം ഉണ്ട്. ഞങ്ങൾ പണ്ട് ഇതിൽ കൂടെ ഇറങ്ങി അവിടെ പോയി പുളി പറക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഇവിടുന്ന് ഫോൺ കൊടുത്തു വിട്ടത്. ഇനി അങ്ങോട്ട് ഇനി പോകാനുണ്ട് നടക്കാൻ. ഇവിടെ എല്ലാവരും സിറ്റി എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അവിടുന്ന് അങ്ങോട്ട്. പിന്നെ അതിനടിയിൽ കൂടെ ഒരു വഴിയുണ്ട് പക്ഷെ അത് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. ഇപ്പം അതിൽ കൂടെ ഒന്നും ആരും അതൊക്കെ ഇറങ്ങാറില്ല. തോട് ക്രോസ് ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. വെള്ളത്തിൽ കൂടെ നടന്ന് വേണം അപ്പുറം എത്താൻ വേണ്ടി. സോ ഈ വഴി സിമ്പിളാണ്, പാലത്തിൽ കൂടെ കയറി വരാം. അതാണ് അപ്പുറത്തെ കുന്നട്ടോ. അവിടെ ഒരു വീട് പോലെ കാണും. അവിടെ ഞാൻ സൂം ചെയ്ത് തരാം. ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അവിടെയാണ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെറിയ ടൗൺ പോലെയാണ്. വീട്ടിലേക്ക് പോകാം നമുക്ക്. ഇതിപ്പോൾ വെട്ടി ക്ലീൻ ചെയ്തിട്ടേക്കാണ്. പുല്ലൊക്കെ വെട്ടി സെറ്റായിട്ട് ഇട്ടിരിക്കുവാണ്. ആ കുന്നിൻ്റെ മുകളിൽ ഉള്ളതാണ് അമ്മയുടെ സ്കൂൾ കേട്ടോ. മണ്ടേ കാണുന്നത് ഇതാ കാണാണ് അമ്മ പഠിച്ച സ്കൂള്. ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടായ കുരുമുളക് കാണട്ടോ. ഇനി ഇഷ്ടം പോലെ ഇനി നമുക്ക് പുറകിലൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും ഞാൻ അധികം കയറി പോകണില്ല കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഇതാണ് നമ്മുടെ വീട്. ഇവിടെ അടുത്തൊന്നും വേറെ വീടുകളൊന്നുമില്ല. ഈ ഒരൊറ്റ വഴി ഈ വീട്ടിലേക്കാണ് കയറി തന്നെ. പിന്നെ ഉള്ളത് ഇത് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് അടിയിലേക്ക് കയറി പോകണം. ആ ഒരു വീടുണ്ട്. പിന്നെ പക്ഷെ തൊട്ടടുത്തതെന്ന് പറയുമ്പോൾ ചില വിളിച്ചാലൊന്നും കേൾക്കില്ല കേട്ടോ. ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. സ്റ്റെപ്പ് പോലെ കയറാൻ വേണ്ടി. ഇതിപ്പോൾ അകമടിക്കാനുള്ള ചൂല് ഉണ്ടാക്കാൻ വേണ്ടി പുല്ലെങ്ങാണ്ട് പറിച്ചതുകൊണ്ട് വന്നേക്കുന്ന പപ്പിനമ്മ. പിന്നെ ഇവിടെ കുറച്ച് കുരുമുളക് ഉണക്കാനിട്ടുണ്ട്. ആൻഡ് അതിക്കയുടെ കുരു ഉണക്കാനിട്ടുണ്ട്. പക്ഷെ വെയിലൊന്നുമില്ല, എന്നാൽ അധികം തണുപ്പുമില്ല. അങ്ങനെ ഒരു ക്ലൈമറ്റ്. വെയിലും ഇല്ല അധികം, എന്നാൽ അധികം തണുപ്പുമില്ല. പക്ഷെ രാത്രി ആകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും, രാവിലെയും നല്ല തണുപ്പുണ്ടാവും. ഇതാണ് നമ്മുടെ വീട്. ഇതൊക്കെ പപ്പരമ്മയുടെ ചെടികളാണ്. ഇതൊക്കെ എൻ്റെ ചെറുപ്പം തുടങ്ങി ഉള്ളതാണ് കേട്ടോ. ഇതൊന്നും മാറിയിട്ടില്ല. ഇതൊക്കെ വെട്ടിക്കളഞ്ഞാണ് കേട്ടോ ഈ ഇടയ്ക്ക്. അല്ലാത്തപ്പോൾ ഇതിനകത്തൊക്കെ നിറച്ച് പൂക്കളായിരുന്നു. ഇതിലും കൂടുതൽ ചെടികളുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വെട്ടിക്കളഞ്ഞു. ആൻഡ് ഇവിടെ നമ്മുടെ പാവയ്ക്കയുടെ കുഞ്ഞ്. ആൻഡ് ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ട്. അത് കണ്ടോ പാവക്ക. ഇത് തന്നെത്താനെ കയറി വന്നതെന്നാണ് പപ്പരമ്മ പറഞ്ഞത്. പപ്പരമ്മ നട്ടതല്ല. ആൻഡ് ഇവിടെ കുറച്ച് ചെമ്പരത്തി, ഇവിടെയൊക്കെ നിറച്ച് ചെമ്പരത്തി ഉണ്ടായതാണ്. ചെമ്പരത്തി റോസയൊക്കെ മൊത്തത്തിൽ പോയി. ഉണ്ണി അവിടെ ഉണ്ട്. നമ്മുടെ അടുക്കള ഭാഗത്തേക്കാണ് നമ്മളിങ്ങനെ പോകുന്നത്. കുരുമുളക് ഉണ്ടോ, മരത്തിലൊക്കെ നിറച്ച് കുരുമുളകാണ്. കണ്ടിട്ടില്ല, കാണും. അമ്മ ഇവിടെ കറി വെക്കണ തിരക്കിലാണ്. അമ്മ പ്രാന്തി കുളത്തിലാണ് നിൽക്കുന്നത്. അത് കളയാട്ടോ.
ഇത് കുറച്ച് അടക്കയാണ്. അടക്കയുടെ തൈ കൊണ്ടുവന്ന് ആദ്യം വെച്ചാണ്. ഇതൊന്നും ഇവിടെ വെച്ചിട്ടില്ല, അത് കാരണം അതങ്ങനെ തന്നെ ഇരിക്കുവാണ് കുറച്ച് നാളായി. ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ആ വഴി പോവുകയാണെങ്കിൽ പാലത്തിൽ കൂടെ കയറി പോകാം. ഈ വഴി ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റെപ്പാണിത്. നമ്മളിപ്പോൾ അധികം ഇതിൽ കൂടെ പോകാറില്ല. ഇവിടെ ഈ വെള്ളം മുഴുവൻ വെച്ചിരുന്നു ഞാൻ കേട്ടെ. ഞാനിതുവരെ ഇത്ര നാളായി, കുറച്ച് നാളായി ഇതിൽ കൂടെയൊക്കെ പോയിട്ട്. തോന്നുന്നു 3-4 വർഷമായി തോന്നുന്നു ഇതിൽ കൂടെ കയറിയിട്ട്. അപ്പം ഞങ്ങൾ മൊത്തത്തിൽ എപ്പോൾ വന്നാലും ആ പാലം വഴിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ഏലക്ക വെച്ചെടുപ്പിച്ചേക്കാണ്. ഇവിടെ വഴി ഉണ്ടായതാണ്, പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാത്ത കാരണം ഇവിടെ മൊത്തം ഏലക്ക ആൻഡ് ഇതൊക്കെ വെട്ടിയിട്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെയൊക്കെ എഴിഞ്ഞ് കയറിപ്പോകുന്നത്. ഇതൊന്നും പുല്ല് വെട്ടിയിട്ടുണ്ടായില്ലെങ്കിൽ ഞാൻ ഇതിൽ കൂടെ ഒരിക്കലും പോവില്ല, കാരണം നല്ല പുഴു ഉണ്ടാവും, തോട്ടപ്പുഴു. നമ്മുടെ പാവക്ക ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടോ അവിടെയുണ്ട് പാവക്ക. ഇവിടെ പപ്പിനമ്മയുടെ മുളകിൻ്റെ സ്ഥലമായിരുന്നു ഇത്. പണ്ട് ഇവിടേക്ക് അല്ല കേട്ടോ, ഇവിടെയൊക്കെ മുളക് ഉണ്ടായതാണ്, പക്ഷെ അതൊക്കെ വെട്ടിക്കളഞ്ഞു തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് മുളക് നിൽക്കുമായിരുന്നു. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടൊന്ന് സ്ഥലമായിരുന്നു, പക്ഷെ ഇപ്പം ആരും യൂസ് ചെയ്യലില്ല. അങ്ങനെ ഇതായി ഇവിടെയൊന്നും അലക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ കുന്നിൻ്റെ മുകളിൽ നമുക്ക് കയറാം. ഇവിടെ തന്നെ അലക്കുന്നേ, ഇവിടെ പാത്രം കഴുകണം. പക്ഷെ ഇതൊന്നും ഉണ്ടായിരുന്നില്ലാത്ത ആദ്യം. പണ്ട് അവിടെ നിന്നൊരു ഫോട്ടോ ഉണ്ട്, ഞാനിതിവിടെ കൊടുക്കാം. ഞാൻ പറഞ്ഞ നേരത്തെ ഏലക്കായുടെ തോട്ടം, ഏലത്തോട്ടം. ഇത് നമ്മുടെ പാറയാണ്. ഇപ്പം ആ പാറ മൊത്തം പുല്ല് പിടിച്ചടക്കാണേ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ആനക്കുഴി വീട്.